നമസ്കാരം. കന്യാദാനം സീരിയലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷമിക്കണം, കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് സീരിയലിന്റെ ഫോട്ടോസുകൾ ഉപയോഗിക്കാൻ പാടില്ല. ദയയോട് ശബരി വീണ്ടും പറയുന്നു, സുശീലയ്ക്കെതിരെയുള്ള പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണമെന്ന്. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നത് ശരിയല്ലെന്നും അതുകൊണ്ട് ഞാൻ പോസ്റ്റ് പിൻവലിക്കില്ലെന്നും ദയ പറയുന്നു. ഞാൻ അനുപമയ്ക്ക് വാക്കുകൊടുത്തു, അതുകൊണ്ടാണ് നിന്നോട് പറയുന്നത് പോസ്റ്റ് പിൻവലിക്കണമെന്ന്. എന്നാൽ അതുകൊണ്ടൊന്നും പോസ്റ്റ് പിൻവലിക്കില്ല എന്ന് ദയ പറയുന്നു. എന്നിട്ട് ദയ അവിടെ നിന്നും അനുപമയുടെ വീട്ടിലേക്ക് പോകുന്നു. ചീരു വിനയന്റെ വീട്ടിലേക്ക് പോകുവാൻ നിൽക്കുമ്പോഴാണ് ദയ അങ്ങോട്ട് വരുന്നത്. അനന്തൻ മാഷും ചീരുവും മഞ്ചാടിയും കൂടിയാണ് അങ്ങോട്ട് പോകുന്നത്. അതേസമയം ദയ അങ്ങോട്ട് വരുന്നു. ശബരിയും കുട്ടിയും ഇല്ലേ എന്ന് മാഷ് ചോദിക്കുന്നു. ശബരിയേട്ടനുമായി വഴക്കിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് ദയ പറയുന്നു. അതെന്തിനാണെന്ന് മാഷ് ചോദിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടതിനാണ് വഴക്കിട്ടതെന്ന് ദയ പറയുന്നു. പോസ്റ്റ് പിൻവലിക്കാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നും ഇറങ്ങി പോന്നതെന്ന് ദയ പറയുമ്പോൾ മഞ്ചാടി പറയുന്നു, ഒരു പോസ്റ്റ് ഇടാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ലേ, അതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന്. എന്ത് പോസ്റ്റാണെന്നും ആരെക്കുറിച്ചുള്ള പോസ്റ്റാണെന്നും ദയ അവിടെ ആരോട് പറയുന്നില്ല. പാർട്ടി ഓഫീസിലെത്തിയ സുശീല സെൽഫി സുകുമാരിയിൽ നിന്നും ദയയിട്ട പോസ്റ്റിനെ കുറിച്ച് അറിയുന്നു. ഇന്ദ്രൻ അനുപമയോട് പറയുന്നു, ദയയെ കൊണ്ട് പോസ്റ്റ് പിൻവലിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ ഇവിടത്തെ ജീവിതത്തിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ടെന്ന്. വാസന്തിയും ധനനുമാണ് ദയയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചതെന്ന് സുശീലയോട് സുകുമാരി പറയുന്നു. എന്നാൽ നമുക്കവിടെ പോയി വാസന്തിയെ കാണാമെന്ന് പറഞ്ഞ് സുശീലയും സുകുമാരിയും കൂടി ശബരിയുടെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ അങ്ങോട്ട് വരുന്ന വാസന്തി സുശീലയോട് പറയുന്നു, ദയ സത്യമായ കാര്യങ്ങളല്ലേ പറഞ്ഞതെന്ന്. ഇപ്പോ മനസ്സിലായി, നീയാണ് ദയയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചതെന്ന് സുശീല പറയുന്നു. എന്റെ സ്ഥാനാർത്ഥിത്വം പോയാലും നിന്നെ സ്ഥാനാർത്ഥിയാക്കില്ലെന്നും സുശീല പറയുന്നു. ഇത് കേട്ടതും വാസന്തി അകത്തേക്ക് പോകുന്നു. എന്നിട്ട് സുശീല ശബരിയോട് പറയുന്നു, ദയയെ ഒന്ന് വിളിക്ക്, ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ എന്ന്. ദയ ഇവിടെ ഇല്ല എന്നും ഈ വിഷയം ഞാൻ സംസാരിച്ചതുകൊണ്ട് അവൾ വീട്ടിലേക്ക് പോയെന്നും ശബരി പറയുന്നു. രഘുവിനോട് ആദിലിന്റെ ഭാര്യ പറയുന്നു, മറ്റാരും ഞങ്ങളെ സഹായിക്കാനില്ലാത്തത് കൊണ്ടാണ് രഘുവിനെ വിളിച്ചതെന്നും 10 ലക്ഷം രൂപ രഘു കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ ഈ പൈസ കൊണ്ട് ആർക്കും കടം കൊടുക്കാനില്ലെന്നും ആദിലിനെ എത്രയും വേഗം ജാമ്യത്തിലിറക്കണമെന്നും അതിനായി ഈ പൈസ ഉപയോഗിക്കണമെന്നും ആദിലിന്റെ ഭാര്യ പറയുമ്പോൾ ആരും സഹായിക്കാനില്ലാത്ത അവരെ സഹായിക്കാമെന്ന് രഘു സമ്മതിക്കുന്നു. അനന്തൻ മാഷിന്റെ മുൻപിൽ ഇപ്പോൾ രഘുവും അമ്പിളിയും നല്ലവരായി മാറിയെങ്കിലും രഘുവും അമ്പിളിയും മാഷിനെ ചതിക്കുകയായിരുന്നെന്ന് അദ്ദേഹം എപ്പോഴെങ്കിലും അറിയാനിടവരും. രഘുവിന് ചെയ്ത തെറ്റിന് കുറ്റബോധമുണ്ടെങ്കിലും അമ്പിളിക്ക് യാതൊരു കുറ്റബോധവുമില്ല. ആദിലിന്റെ ഭാര്യയെ രഘു സഹായിക്കാമെന്നേറ്റത് അമ്പിളി സമ്മതിക്കില്ല. ആദിലിന്റെ ഭാര്യയെ രഘു സഹായിച്ചാൽ അത് പോലീസ് അറിയാനിടവരുമെന്നും പോലീസും സ്വർണ്ണക്കള്ളക്കടത്തുകാരും വീണ്ടും നമ്മളെ തേടി വരുമെന്നും പറഞ്ഞ് അമ്പിളി അത് മുടക്കാനിടയുണ്ട്.